മയ്യുരിദില്ലാഹു ബിഹി ഖൈറൻ, അല്ലാഹു ഒരാൾക്ക് നന്മ കൊടുക്കാൻ ഉദ്ദേശിച്ചാൽ യുഫഖിഹു ഫിദ്ദീൻ, അയാളെ അല്ലാഹു തആല മതവിജ്ഞാനിയാക്കി മാറ്റും. അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ അറിഞ്ഞ് പ്രയോഗിക്കുന്നയാളാക്കി മാറ്റും. അങ്ങനെ ഒരു സ്ഥാനത്തേക്കാൾ വലിയ ഒരു സ്ഥാനം ലോകത്തില്ല. കാരണം എന്താണ്? അമ്പിയാക്കന്മാരിവിടെ വെച്ചിട്ട് പോയ സമ്പാദ്യം അതാണ്. നബിമാരുടെ സമ്പാദ്യം എടുക്കാൻ ഭാഗ്യം കിട്ടിയവർ ആലിമീങ്ങളാണ്, അത് വേറെ ആരുമല്ല. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ, യർഫഇല്ലാഹുല്ലദീന ആമനൂ മിൻകും, നിങ്ങളിൽ നിന്ന് ഈമാനുള്ളവരുടെ സ്ഥാനപദവികൾ അല്ലാഹു ഉയർത്തും. വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്, അറിവുള്ളവരുടെ പദവി അല്ലാഹു ഉയർത്തിക്കൊണ്ടേയിരിക്കും. അനന്തമായ പദവികളാണ് അവർക്ക് നൽകുക. അതുകൊണ്ട് നമ്മുടെ മക്കൾ ആലിമീങ്ങളാവണം, ഹാഫിളുകളാകണം. നമ്മുടെ മക്കൾ വേറെ ഏത് പ്രൊഫഷൻ നേടുന്നതിനേക്കാളും വലുത് അവർ ഇൽമിന്റെ അഹ്ലുകാരാവലാണ്, ആലിമീങ്ങളാവലാണ്. അപ്പൊ നമ്മുടെ മക്കളെ ആലിമീങ്ങളാക്കണം. ജനങ്ങള് മൂല്യം നിർണയിക്കുന്നത് എങ്ങനെയാണ്? സാലറി എത്ര കിട്ടുമെന്ന് നോക്കിയിട്ടാണ്. എന്നാൽ മൂല്യം നിർണയിക്കേണ്ടത് അങ്ങനെയല്ല, മറിച്ചോ ആ അല്ലാഹുവിന്റെ അടുക്കൽ വലിയ സ്ഥാനമുള്ള ആൾ ആരാണ് എന്ന് നോക്കിയിട്ടാണ്. പ്രിയമുള്ളവരെ, യുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, അവിടുത്തെ ലോകത്തിനു നൽകിയത് ഇൽമു പറഞ്ഞു തരാനും പഠിപ്പിച്ചു തരാനുമാണ്. ആനന്തര സമ്പാദ്യം എടുക്കുന്ന സ്വാലിഹീങ്ങളിൽ അല്ലാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തി തരട്ടെ.